ചാനൽ സട്ട് ആൻഡ് പേപ്പർ. നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്കറിയാം ഞാനൊരു നേഴ്സാണ്. കഴിഞ്ഞ ഒരു ദിവസം ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു, എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ്. അതിൽ ഞാൻ പറഞ്ഞിരുന്നു നമ്മുടെ മുഖത്ത് എല്ലാവർക്കും റാഷ് വരാൻ തുടങ്ങി. പ്രത്യേകിച്ച് നമ്മുടെ നേഴ്സുമാര്, ഹെൽത്ത് കെയർ വർക്കേഴ്സ്, നമ്മൾ എപ്പോഴും മാസ്ക് ഇല്ലാതെ പോകുന്ന ഒരു കാര്യമില്ല. ഇത് പ്രധാനമായിട്ടും പറയുന്നത് വെച്ചാൽ നമ്മൾ ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന മാസ്കുകളെ പറ്റിയാണ്. നമ്മളിപ്പോൾ വീടുകളിൽ ഉണ്ടാക്കുന്ന മാസ്കുകളുണ്ട്, കോട്ടൺ മാസ്കുകൾ ഉപയോഗിക്കുന്നുണ്ട്. അതിനൊന്നും അത്രയും പ്രശ്നങ്ങൾ വരുന്നില്ല. ചിലർക്കാണെങ്കിൽ ഇതിന്റെ എലാസ്റ്റിക് അലർജി ആയിട്ടുള്ളവരുണ്ട്. അപ്പൊ മൊത്തത്തിൽ ഇങ്ങനെ റാഷുകൾ വരും നമ്മൾ വെക്കുമ്പോൾ തന്നെ. ഈ റാഷ് കൊണ്ട് പോകാൻ ഭയങ്കര പാടാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഡ്യൂട്ടിക്ക് എന്ന് കഴിയുമ്പോഴേ ഞങ്ങൾ മാസ്ക് എടുത്ത് വെക്കും. വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്ക് ഞങ്ങൾ മാസ്ക് മാറാറുണ്ട്. എന്ന് പറഞ്ഞാൽ എപ്പോഴും എനിക്ക് ചൊറിച്ചിലാണ്. ഞാൻ മാത്രമല്ല എന്നോട് വർക്ക് ചെയ്യുന്ന ഞങ്ങളുടെ കൊളീഗ്സ് എല്ലാവരും തന്നെ, ഇംഗ്ലീഷുകാരാണേലും ഏത് നാഷണാലിറ്റി ആണെങ്കിലും അവരെല്ലാവരും തന്നെ കംപ്ലൈൻസ് ആണ്, ഇച്ചിനെസ്. നമുക്കാണ് ഓൾറെഡി സ്പോർട്സും കാര്യങ്ങളുമായിട്ട്. അപ്പോൾ എനിക്കിത് വരാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെയാണ് ഞാൻ ഓർത്ത് എന്നാൽ പിന്നെ ഒരു സിറം അപ്ലൈ ചെയ്യാം. ഇപ്പൊ നമ്മളിതിനകത്ത് ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഓരോന്നും വളരെ പവർഫുൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് തന്നെയാണ്. അങ്ങനെ അലർജിക്ക് ആയിട്ടൊന്നും ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. അലർജി അങ്ങനെ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ളവര് ഒന്ന് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ഉപയോഗിക്കുക. ഇതിനകത്ത് ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഫേസ് സിറം ഒരിക്കലും നിങ്ങൾ ഫ്രിഡ്ജിൽ വെക്കേണ്ട കാര്യമേ ഇല്ല. നിങ്ങൾക്ക് ഇത് തീരുന്നതിന് വരെ പുറത്ത് വെച്ച് ഉപയോഗിക്കാവുന്ന ഒരു ഐറ്റമാണ് പറഞ്ഞു തരാൻ പോകുന്നത്. ഇതിനുവേണ്ടി നമ്മൾ ആദ്യം ഉപയോഗിക്കുന്ന അലോവേരയാണ്. അലോവേര നമുക്ക് ഷോപ്പുകളിലെല്ലാം അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇതുപോലുള്ള ട്യൂബിലുള്ളത് കിട്ടും. നല്ലൊരു കമ്പനി നോക്കി നിങ്ങൾ വാങ്ങുക. അടുത്ത ആള് നമ്മൾ ഉപയോഗിക്കാന്ന് പറയുന്നത് വൈറ്റമിൻ ഇ ഓയിൽ. വൈറ്റമിൻ ഇ ഓയിൽ നമുക്ക് മെഡിക്കൽ സ്റ്റോറുകളിലും അല്ലാതെ ബ്യൂട്ടി ഷോപ്പുകളിലൊക്കെ വാങ്ങാൻ കിട്ടും. ഇതും ഒരു പ്രശ്നവുമില്ല, നിങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ വൈറ്റമിൻ ഇ ഓയിലിന് പകരം ഇവിടെ ഉപയോഗിക്കാൻ പോകുന്നത് മെറൂല ഓയിൽ എന്ന് പറയുന്ന ഒരു ഓയിലാണ്. ഇതിനെപ്പറ്റി ഞാൻ ബെനിഫിറ്റ് ഞാൻ പറഞ്ഞു തരാം. ഈ ഓയിൽ അല്ലാന്നുണ്ടെങ്കിൽ വൈറ്റമിൻ ഇ ഓയിൽ, ഇത് രണ്ടിൽ ഏത് വേണേലും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇതിന്റെ ഗുണങ്ങൾ എന്തായാലും ഞാൻ പിന്നാലെ പറഞ്ഞു വരാം. ഓക്കെ, അടുത്ത ആള് എന്ന് പറയുന്നത് ഗ്ലിസറിൻ. ഗ്ലിസറിൻ നമുക്കറിയാം, നമ്മുടെ ചുണ്ടിന്റെ നിറം വെപ്പിക്കാനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സംഭവമില്ല ഗ്ലിസറിൻ. ആ ഗ്ലിസറിൻ തന്നെയാണ് ഇത്. ഓക്കെ, ഇതിന്റെ ഗുണങ്ങളെല്ലാം ഞാൻ പിന്നാലെ പറഞ്ഞു തരുന്നതായിരിക്കും. പിന്നെ അടുത്ത ആള് എന്ന് പറയുന്നത് ഞാൻ ഉപയോഗിക്കുന്നത് ഷഹനാസ് സൊസൈറ്റിയാണ്, റോസ് വാട്ടർ. നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള റോസ് വാട്ടർ ഉപയോഗിക്കാം. അപ്പൊ ഇതിനിപ്പം മിക്സ് ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ ഉടനെ തന്നെ പറഞ്ഞു തരുന്നതായിരിക്കും. അതിന് മുന്നേറ്റ് ഒരു കാര്യം കൂടെ പറയട്ടെ, നിങ്ങൾക്ക് എന്നും തന്നെ ഇത് അപ്ലൈ ചെയ്യാം. 1 or 2 പ്രാവശ്യം അപ്ലൈ ചെയ്യുന്നതിന് ഒരു പ്രശ്നവുമില്ല. നമ്മളിത് മുഖത്ത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാല് ഇത് പെട്ടെന്ന് തന്നെ ഡ്രൈ ആവും. നമുക്കിപ്പോൾ മേക്കപ്പിന് മുന്നേ അപ്ലൈ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലാതെ തന്നെ നമുക്ക് അപ്ലൈ ചെയ്യാം. റാഷസ് ഒക്കെ പെട്ടെന്ന് തന്നെ മാറും. ഞാനിത് അപ്ലൈ ചെയ്യുന്നതുകൊണ്ടും ഇതിന്റെ ബെനിഫിറ്റ് അറിയാവുന്നതുകൊണ്ടാണ് പറയുന്നത്. ഇപ്പത്തേണ്ട് 2 ദിവസം അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ എന്റെ മുഖത്തെ നന്നായിട്ട് എനിക്ക് ഫീൽ ചെയ്യത്ത രീതിയിൽ മാറ്റം വന്നിട്ടുണ്ട്. കാരണം ഇപ്പം ഇത് മാറിക്കഴിഞ്ഞാൽ അടുത്ത ഡ്യൂട്ടിക്ക് പോയിട്ട് വരുമ്പോഴേക്കും വീണ്ടും പതുക്കെ റാഷസ് പൊങ്ങുമ്പോഴേക്ക് ഇത് ഇടുമ്പോൾ തന്നെ മാറുന്നുണ്ട്. അപ്പൊ നമ്മൾ കണ്ടിന്യൂസ് ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ റാഷിനെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റിയേക്കും. ഈ ചൊറിച്ചിലും സ്കിൻ ഇറിറ്റേഷൻസ് എല്ലാം തന്നെ മാറ്റാൻ പറ്റിയേക്കും. അപ്പൊ അധികം പറഞ്ഞ് നിങ്ങളെ ഞാൻ വിഷമിപ്പിക്കുന്നില്ല. ഇതെങ്ങനെയാണ് എന്താണ് എന്നൊക്കെ നമുക്കൊന്ന് അറിഞ്ഞു നോക്കാം. അപ്പോൾ നമ്മുടെ സിറം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. നിങ്ങൾ ഏതെങ്കിലും ഒരു മിക്സിംഗ് ബോൾ എടുക്കുക. ഇതിലേക്ക് നമുക്ക് ആദ്യം നമ്മുടെ അലോവേര എടുക്കാം. നമ്മുടെ അലോവേര ജെല്ല് ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഷോപ്പിൽ നിന്ന് വാങ്ങാൻ നല്ലൊരു കമ്പനി നോക്കി നമ്മളിവിടെ വാങ്ങുക. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സൺ ബേണുകൾക്ക്, മൈനർ കട്ട്സ്, റാഷസ്, അല്ലെങ്കിൽ നമ്മുടെ പിള്ളേരൊക്കെ ഉരുണ്ട് വീണിട്ടൊക്കെ ഉണ്ടാകുന്ന ആ പാടുകളൊക്കെ മാറാനും, ഡ്രൈ സ്കിന്നിനും, കോൾഡ് സോറ്, എക്സിമ, സോറിയാസിസ് എല്ലാത്തിനും നല്ലതാണ്. നമ്മുടെ പിമ്പിൾസിനും ഇൻഫ്ലമേഷൻസിനൊക്കെ നല്ലതാണ്. അപ്പം ഞാനിവിടെ എന്തായാലും കുറച്ചാണ് ഉപയോഗിക്കാൻ പോകുന്നത്. ഞാനിവിടെ ഒരു 2 ടീസ്പൂണോളം അലോവേര ജെല്ല് ഇവിടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ടോ. 2 ടീസ്പൂൺ അലോവേര ജെല്ല് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ഗ്ലിസറിൻ ഒഴിച്ചു കൊടുക്കുന്നു. കണ്ടോ, ഇതിനെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഗ്ലിസറിന്റെ ഗുണങ്ങൾ നിങ്ങൾക്ക് അറിയത്തില്ലേ? ഗ്ലിസറിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുമാതിരിപ്പെട്ട എല്ലാ സ്കിൻ കെയർ പ്രൊഡക്ട്സിലും ഉപയോഗിക്കുന്ന ഒരു ഐറ്റം തന്നെയാണ്. ഇത് നല്ലൊരു മോയ്സ്ചറൈസിങ് ഏജന്റ് ആണ്. അത് സ്കിൻ ഇറിറ്റേഷൻസ്, പിന്നെ അതുപോലെ തന്നെ നല്ലൊരു ഹെൽത്തി ലുക്കിംഗ് ഗ്ലോ ആയിരിക്കും നമ്മുടെ സ്കിന്നിന് ഇത് ഉപയോഗിക്കുന്ന വഴി കിട്ടാൻ പോകുന്നത്. അതുപോലെ തന്നെ നമുക്ക് മുഖത്തുണ്ടാവുന്ന ചുളിവുകൾ, പ്രായത്തിൻ്റെതായ ചുളിവുകളും അല്ലാതെ ഡ്രൈ സ്കിൻ കണ്ടീഷൻ കൊണ്ടുണ്ടാകുന്ന ചുളിവുകൾക്കും ഒക്കെ ഒരുപാട് നല്ലതാണ് നമ്മുടെ ഗ്ലിസറിൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എപ്പോഴും നമ്മുടെ സ്കിൻ നല്ല സോഫ്റ്റ് ആയിട്ടും സ്മൂത്ത് ആയിട്ടും നിർത്തുവാൻ ഗ്ലിസറിൻ ഒരുപാട് നല്ലതാണ്. നമ്മുടെ ചുണ്ടുകൾക്ക് നിറം വെപ്പിക്കുവാനും ഒക്കെ ഒരുപാട് നല്ലതാണ് ഞാൻ ഈ പറയുന്ന ഗ്ലിസറിൻ. അടുത്താണ് ഞാനിവിടെ ഉപയോഗിക്കാൻ പോകുന്നത് ഷഹനാസ് ഹുസൈൻ്റെയാണ് റോസ് വാട്ടർ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള റോസ് വാട്ടർ ഉപയോഗിക്കാവുന്നതാണ്. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂണോളം റോസ് വാട്ടർ ഒഴിച്ചു കൊടുക്കുവാണ്. ഓക്കെ, നമ്മുടെ റോസ് വാട്ടർ ഇത് നല്ല കളർഫുൾ ആയതുകൊണ്ട് തന്നെ കാണുവാനും നല്ല ഭംഗിയായിരിക്കും. റോസ് വാട്ടറിന്റെ ഗുണങ്ങളെ പറ്റി ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമുണ്ടോ? ഇതിനകത്ത് ആന്റി ഓക്സിഡൻസ് നന്നായിട്ട് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ സ്കിൻ ഇറിറ്റേഷനും റെഡ്നെസ്സിനും അതുപോലെ തന്നെ ഇൻഫെക്ഷൻസ്, നമുക്കുണ്ടാകുന്ന കട്ടുകൾ, സ്കാറുകൾ, അതും ഇതുപോലെ തന്നെ ബേൺസ്,
ആൻറ്റി ഏജിങ്ങും എല്ലാമാണ് നമ്മുടെ റോസ് വാട്ടർ എന്ന് പറയുന്നത്. കണ്ടോ, ഇതിനെ നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് മിക്സ് ചെയ്ത് നല്ലൊരു ക്രീമി ആയിട്ട് നമുക്ക് കിട്ടണം കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. കണ്ടോ, ഇതുപോലെ നമുക്ക് നല്ല തിക്ക് കൺസിസ്റ്റൻസിയിലേക്ക് ഇത് വന്നുകൊണ്ടേ ഇരിക്കണം. അടുത്തത് വൈറ്റമിൻ ഇ ഓയിലാണ്. നിങ്ങൾക്ക് വൈറ്റമിൻ ഇ ഓയിൽ ഉപയോഗിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ മറൂല ഓയിൽ ഉപയോഗിക്കാം. വൈറ്റമിൻ ഇ ഓയിൽ എന്ന് പറയുന്നതും നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യും, അതുപോലെ തന്നെ നല്ല സ്കിന്നിന് നല്ല ഗ്ലോ കിട്ടുവാനും സ്മൂത്ത് ആയിട്ടിരിക്കാനും എപ്പോഴും ഒരു ഹെൽത്തി ലുക്കിംഗ് സ്കിന്നിനായിട്ടും ഒക്കെ നമുക്കിത് ഉപയോഗിക്കാം. ഇതും നമ്മുടെ മുഖത്തുണ്ടാകുന്ന ഹൈപ്പർ പിഗ്മെന്റേഷനും അതുപോലെ തന്നെ ചുളിവുകൾ മാറാനും ഡ്രൈ സ്കിന്നിനും ഒക്കെ ഒരുപാട് നല്ലതാണ് വൈറ്റമിൻ ഇ ഓയിൽ. പക്ഷെങ്കിൽ ഞാൻ ഇത് വെച്ച് ഇതിന് മുന്നേ ഒരു ഫേസ് സെറം ചെയ്തിരുന്നു. ഒരുപാട് നല്ലൊരു കാര്യമാണ്, നമുക്ക് എപ്പോഴും അവൈലബിൾ ആയ ഒരു കാര്യമാണ് വൈറ്റമിൻ ഇ ഓയിൽ. ഞാൻ ഇതിന് പകരമായിട്ട് ഇവിടെ ഉപയോഗിക്കാൻ പോകുന്നത് മറൂല ഓയിൽ. ഇത് ഞാൻ വാങ്ങിച്ചേക്കുന്നത് ഹോളണ്ട് ആൻഡ് ബാരറ്റിൽ നിന്നാണ്. ഇതിൻ്റെ റിയൽ പ്രൈസ് 25 പൗണ്ടാണ്. പക്ഷെ ഞാൻ വാങ്ങിയപ്പോൾ ഹാഫ് പ്രൈസ് ആയിരുന്നു. വില നോക്കിയിട്ട് പോയി വാങ്ങുക, ഒരുപാട് നല്ലതാണ്. നമ്മുടെ മുഖത്തുണ്ടാകുന്ന ചുളിവുകൾക്കും ഫൈൻ ലൈൻസ് ഒക്കെ മാറാൻ നല്ലതാണ്. സ്കിന്നും ഇതുപോലെ തന്നെ നല്ലൊരു യങ്ങർ ലുക്കിംഗ് സ്കിൻ കിട്ടുവാൻ ഒരുപാട് നല്ലതാണ്. നമ്മൾ റെഗുലറായിട്ട് നമ്മളിത് ഉപയോഗിക്കണം. അപ്പോൾ ഇതിൻ്റെ ഞാൻ ഒരു ഫ്യൂ ഡ്രോപ്സ് ഇതിലേക്ക് ഞാനൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുവാണ്. ഒരു ഫ്യൂ ഡ്രോപ്സ് മാത്രം ഞാൻ ഈ ഓയിൽ ആഡ് ചെയ്യുന്നു. ഈ ഓയിൽ നിങ്ങൾക്ക് മേക്കപ്പിന് മുന്നേ ഒക്കെ അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. നിങ്ങൾക്ക് ഈ ഓയിലിന് പകരം നിങ്ങൾക്ക് നമ്മുടെ സാധാരണ വൈറ്റമിൻ ഇ ഓയിൽ ചേർത്താലും മതി, ഒരു പ്രശ്നങ്ങളും വരുന്നില്ല. ഇവരെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. വെരി ഇമ്പോർട്ടൻ്റ് ആണ്, ഇവരെ നന്നായിട്ട് മിക്സ് ചെയ്യുക. നിങ്ങളിത് കണ്ടോ, ഇതിൻ്റെ കൺസിസ്റ്റൻസി നിങ്ങൾ കണ്ടോ? ഞാൻ എൻ്റെ കയ്യിലെടുത്ത് നിങ്ങളെ ഒന്ന് കാണിക്കാം. ദാ ഇത് നമ്മളിങ്ങനെ എടുക്കുമ്പോൾ ഇത് കയ്യിൽ നിന്ന് താഴോട്ട് പോകുന്ന ഒന്നുമില്ല. കണ്ടോ, ഇതിങ്ങനെ നിൽക്കുന്ന കണ്ടോ നിങ്ങൾ? എന്നാ നല്ലതായിട്ടാണ് നിൽക്കുന്നതെന്ന് കണ്ടോ? ഈ ഒരു കൺസിസ്റ്റൻസി നിങ്ങൾക്ക് കിട്ടണം. ഓക്കെ, അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. നിങ്ങൾ വൺസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത് സ്ഥിരം തന്നെ ഉപയോഗിക്കും. കാരണം ഇത് മുഖത്ത് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ മുഖത്തിന്റെ മാറ്റം നിങ്ങൾക്ക് വൺസ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മുടെ അലോവേരയും അതുപോലെ തന്നെ നമ്മുടെ റോസ് വാട്ടറും എല്ലാം കൂടെ വരുമ്പോൾ ഒരു മണമുണ്ട്, നല്ലൊരു സൂതിങ് ആണ്. എന്താ പറയണ്ടേ, ഒരുപാട് നല്ലതാണ്. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യുക. ഒറ്റ ആപ്ലിക്കേഷൻ തന്നെ നിങ്ങൾക്ക് റാഷിന്റെ മാറ്റം മനസ്സിലാവും, ചൊറിച്ചിൽ കുറയും, ആ ഇറിറ്റേഷൻസും എല്ലാം മാറി, പാടുകൾ മാറും, മുഖത്തിന് നിറം വെക്കാനും ഗ്ലോയിങ്ങിനും എല്ലാം നല്ലതാണ്. ഞാൻ അധികം പറയുന്നില്ല, കാരണം വൺസ് ഉപയോഗിക്കുമ്പോൾ തന്നെ നിങ്ങൾ അതിന്റെ ബെനിഫിറ്റ് മനസ്സിലാക്കും. അപ്പൊ ഇത് ഉപയോഗിച്ചതിന് ശേഷം ഇത് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് എന്നോടൊന്ന് പറയണം. ഫസ്റ്റ് ആപ്ലിക്കേഷൻ തന്നെ നിങ്ങൾക്ക് മാറ്റം അറിയാൻ പറ്റും. അപ്പൊ ദയവായിട്ട് എനിക്ക് കമന്റ് ഇടാൻ മറക്കരുത്. അപ്പൊ ഇത് സുരേഷിനെ ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്ന വേറൊന്നും കണ്ടല്ല. സുരേഷിന് ഞാൻ പറയുന്ന ഇനി എക്സാജറേറ്റ് ചെയ്ത് പറയുന്നു. എന്റെ സൗന്ദര്യത്തിന്റെ രഹസ്യം ഇതാണെന്ന് പറയാനായിരിക്കും. എന്റെ സൗന്ദര്യത്തിന്റെ രഹസ്യം ഒന്നുമില്ല കേട്ടോ. നമുക്ക് നാച്ചുറൽ ആയിട്ട് എന്താ പറയണേ, നമുക്ക് ജന്മനാ കിട്ടിയ സൗന്ദര്യം. ബ്യൂട്ടി പാർലറൊന്നും ആവശ്യമില്ല. ഞങ്ങൾ അങ്ങനെ ബ്യൂട്ടി പാർലറൊന്നും പോകാറില്ല. സുരേഷ് ബ്യൂട്ടി പാർലറൊന്നും പോകത്തില്ല. നല്ലതാണ് കേട്ടോ, സംഭവം നല്ലതാണ്. എനിക്ക് ഡ്രൈ സ്കിൻ ഉള്ള ഒരു വ്യക്തിയാണ് ഞാൻ. പക്ഷെ ഞാനിത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ ഡ്രൈ സ്കിന്നിന് ഒത്തിരി മാറ്റമുണ്ട്. തന്നെയല്ല, റാണി പറയുന്നുണ്ട്, അയ്യോ പ്രായം പിന്നെ കുറഞ്ഞു പോയത്. പക്ഷെ ഒരു കാര്യം പറയണേ, നമുക്ക് നല്ല വെതറുള്ള എല്ലാ ദിവസവും തന്നെ ഞങ്ങൾ പോയി 2-3 നേരം പോയി പുറത്തു പോയിരുന്ന വെയിൽ കൊള്ളാറുണ്ട്. ഈ വർഷം നാട്ടിപ്പൊക്കൂടെ ഇല്ലാത്തതുകൊണ്ട് പറയണ്ട, നമുക്ക് വൈറ്റമിൻ ഡിയുടെ കുറവ് വരുന്നുണ്ട് ഇവിടെ ജീവിക്കുന്നത് വഴി. അപ്പൊ ഞങ്ങൾ എപ്പോഴും പോയി നിൽക്കുമ്പോൾ നന്നായിട്ട് സൺടാൻ ഇവിടെ കിട്ടുന്നുണ്ട്. ഇപ്പൊ കുറച്ചു പേരൊക്കെ എന്നോട് പറയാനും തുടങ്ങിയിട്ടുണ്ട്, ചേച്ചി മുഖത്ത് ഒക്കെ ടാൻ വന്ന പോലെ ഉണ്ടല്ലോ എന്ന്. സത്യമാണ്, അത് നിങ്ങൾ പുറത്തു പോയിരുന്നത് എല്ലാവർക്കും തന്നെ. ഉണ്ണിക്കുട്ടിന്റെയൊക്കെ ഇവിടെയൊക്കെ പൊള്ളിയായിരിക്കുന്നത്. കാരണം ശരിക്കും പറഞ്ഞാല് സൂര്യപ്രകാശത്തിന്റെ വില അറിയണമെങ്കിൽ ഇവിടെ വരണം. കാരണം നമ്മളിവിടെ വന്ന കാലത്ത് ഒരു ദിവസം വെയിൽ കാണുമ്പോൾ ഇംഗ്ലീഷുകാരൊക്കെ ഇവിടുന്ന് പാഞ്ഞു പോകും ഒരു ബീച്ചിലേക്കോ അവിടെ ഇവിടേക്ക് പോകും. നമ്മൾ വിചാരിക്കുമ്പോൾ ഇവർക്ക് എന്നാ വട്ടാണ് ഇവരെന്ന് ഓടുന്നത്. പക്ഷേ വർഷത്തിൽ വളരെ കുറഞ്ഞ ദിവസങ്ങളിൽ മാത്രമേ നല്ല സൂര്യപ്രകാശം നേരത്തെ കിട്ടാറുണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴും കുറച്ചുകൂടെയൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. എങ്കിൽ പോലും നമ്മൾ ആ കിട്ടുന്ന സൂര്യപ്രകാശം നമ്മൾ കളയാറില്ല. ഇവിടെയുള്ള ആളുകളൊക്കെ നല്ല രീതിയിൽ അവർ വൈറ്റമിൻ ഡി കഴിച്ചിട്ടാണ് വൈറ്റമിൻ ഡി ക്യാപ്സൂൾ കഴിച്ചിട്ടാണ് അവരിത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. നമുക്ക് നമ്മുടെ നാട്ടിൽ ഇതിനൊന്നും ആവശ്യമില്ലല്ലോ. നമ്മുടെ നാട്ടിൽ ഇതിന്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. ഇവിടെ നമുക്ക് കിട്ടുന്ന ആ ഒരു പ്രകൃതിയുടെ ആ ഒരു വരദാനം നമ്മൾ മനസ്സിലാക്കുന്നില്ല. ഇവിടെ ഒക്കെ വരുമ്പോൾ നമ്മളത് കൂടുതൽ അറിയുന്നതിനെ പറ്റി അങ്ങനെ കാട് കയറുന്നില്ല. അപ്പൊ ഈ വൈറ്റമിൻ ഡി അപ്പം അങ്ങനെ കിട്ടുന്ന സൺടാന്, ഇപ്പൊ ഞാൻ ഇപ്പം കുറച്ച് ദിവസങ്ങളായിട്ട് പുറത്തോട്ടൊന്നും ഇറങ്ങുന്നില്ല, വെയിൽ നമുക്ക് കുറവാണ്. ഈ സംഭവം ഞാൻ തേക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് മുഖത്ത് മാറ്റം അറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. ഒരു 3-4 ആപ്ലിക്കേഷനിൽ തന്നെ എനിക്ക് മാറ്റം തുടങ്ങിയിരിക്കുന്നു, അറിയാൻ പറ്റുന്നുണ്ട്. സുരേഷിന്റെ മുഖത്തും എനിക്ക് മാറ്റം തുടങ്ങിയിട്ടുണ്ട്. തീർച്ചയായിട്ടും എനിക്ക് മാറ്റം അറിയാൻ പറ്റുന്നുണ്ട്. നിങ്ങൾക്ക് എന്താ തോന്നുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. അതെ, സുരേഷിന്റെ മുഖത്തിന് മാറ്റം നല്ലൊരു കരിവാളിപ്പായിരുന്നു ശരിക്കും പറയുകയാണെങ്കിൽ.
അതെ എനിക്കോ സത്യം പറയടി. അതെ കരുവാളിപ്പുണ്ടായി സത്യമായിട്ട്. പിന്നെ മാറ്റങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഞാൻ സുരേഷിനെ വിളിച്ചപ്പോൾ ഇവിടെ നിർത്തിയത്. ആ കളർ വെക്കുന്ന കാര്യമൊന്നുമല്ല എനിക്കിതിൽ പ്രധാനം എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിന് കിട്ടുന്ന ആ ഒരു ടോൺ, ഒരു ഈവൻ ടോണ്. നമ്മളിത് പ്രൊഡക്റ്റിന്റെ പ്രൊമോഷൻ ഒന്നും അല്ലല്ലോ, അപ്പൊ നിങ്ങൾക്ക് അറിയാം. തന്നെ ഇതിനേക്കാൾ ഇതിന് ചേർക്കുന്ന സാധനങ്ങളൊക്കെ നല്ല ഗുണമുള്ള സാധനങ്ങളാണ്. അതിന്റെ മാറ്റം വരും. അപ്പൊ നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. അതെ നമ്മൾ എന്നും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സംഭവം തന്നെയാണ്. എങ്ങനെ വെച്ചാൽ ഇത് താഴെ പോകത്തില്ല, ഒരു ക്രീം പോലെ തന്നെയാണ് ഇതിനകത്ത് ഇരിക്കുന്നത്. നിങ്ങൾ കണ്ടോ, ഇത് കാണിച്ചു തരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്റെ കൺസിസ്റ്റൻസി മനസ്സിലാൻ വേണ്ടിയാണ്. കണ്ടോ, നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ നിങ്ങളിത് ശ്രദ്ധിക്കണം. അപ്പൊ ഇത് ഏകദേശം തീരാറായി. ഇതിലേക്ക് ഞാൻ കുറച്ച് ഒഴിച്ചു വെക്കുകയാണ്. ഇതാ ഇത് കണ്ടോ, ഓക്കെ ഇത് കണ്ടോ. നമുക്കിങ്ങനെ ഒരു ഡപ്പയിലോ എവിടെയെങ്കിലും വെച്ചിട്ട് നമുക്കിതിനെ അടച്ചു വെക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ഇതിന്റെ മുഖത്ത് അപ്ലൈ ചെയ്ത് നിങ്ങളെ കാണിക്കാൻ പോവുകയാണ്. കണ്ടോ, എന്റെ മുഖത്ത് ഇപ്പം ക്രീം ഇല്ല, ലിപ്സ്റ്റിക് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സ്വന്തം കണ്ണും എഴുതിയിട്ടുണ്ട്. പിന്നെ തണുപ്പാന്നറിയാം, നല്ലൊരു കൂളിക്കാണേ. ആഹാ സ്മെല്ല്. നിങ്ങൾ വെയിലത്തൊക്കെ പോയിട്ട് വരുമ്പോൾ അപ്ലൈ ചെയ്യുക, നല്ലതായിരിക്കും സൺടാനൊക്കെ മാറാനും ഒക്കെ കേട്ടോ. അതുപോലെ പെട്ടെന്ന് അബ്സോർബ് ആവും കേട്ടോ. ഇതിന്റെ മുകളിൽ ക്രീം ഇടേണ്ട ആവശ്യമില്ല. ഇനി ക്രീം ഇടണമെങ്കിൽ നിങ്ങൾക്ക് ഇടാം, മേക്കപ്പിന് മുന്നൊക്കെ അപ്ലൈ ചെയ്യാം കേട്ടോ. എല്ലാത്തിനും തന്നെ നല്ലതാണ്. കണ്ടല്ലോ ഞാൻ അപ്ലൈ ചെയ്യുന്നത് എത്ര ഫാസ്റ്റിലാണ് അബ്സോർബ് ആവുന്നത് നിങ്ങൾ കണ്ടല്ലോ. അപ്പൊ എന്തായാലും ഞാൻ ഇനി അധികം പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ പ്രയോജനപ്പെടട്ടെ. അപ്പൊ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് വീണ്ടും നല്ലൊരു കാര്യമായിട്ട് ഉടനെ കാണാം. അതുവരേക്കും താങ്ക് യു, ബൈ.